വെൽക്കം ടു എഡ്യൂഫിക്സ് അക്കാഡമി. നമ്മൾ 2 യൂണിറ്റുകൾ കംപ്ലീറ്റ് ചെയ്തു. ഇന്ന് 3ാമത്തെ യൂണിറ്റ് ആണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. യൂണിറ്റ് 3 ടെക്നോളജി യൂസ്ഡ് ഇൻ ഇ-കൊമേഴ്സ്. ടെക്നോളജി യൂസ്ഡ് ഇൻ ഇ-കൊമേഴ്സ്. ഇ-കൊമേഴ്സിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നോളജീസിനെ കുറിച്ചിട്ടാണ് ഈ ഒരു യൂണിറ്റ് 3 നമ്മൾ ഡീൽ ചെയ്യുന്നത്. മെയിൻ ആയിട്ടും ഈ ഒരു യൂണിറ്റിൽ വന്നു പോകുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. ഡിസൈൻ കൺസിഡറേഷൻ ഓഫ് ഇ-കൊമേഴ്സ് ആണ് ഫസ്റ്റ് നമുക്ക് വരുന്നത്. അതായത് നമ്മൾ ഈ ഒരു ഇ-കൊമേഴ്സ് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് അവിടെ കൺസിഡർ ചെയ്യേണ്ടത്, അതായത് ഒരു ഇ-കൊമേഴ്സ് വെബ്സൈറ്റ് നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ കാര്യങ്ങളുണ്ട്. അത് ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഡിസൈൻ ഓഫ് ഇ-കൊമേഴ്സ് വെബ്സൈറ്റ്, ഈസി നാവിഗേഷൻ, സിമ്പിൾ ചെക്ക്ഔട്ട്, ലോജിസ്റ്റിക്സ്, ഗുഡ് പ്രൊഡക്റ്റ് പേജസ്, ഇത്രയും കാര്യങ്ങളാണ് അതിൽ വരുന്നത്. Then essential technology features required. ഒരു ഇ-കൊമേഴ്സ് വെബ്സൈറ്റിന് വേണ്ടിയിട്ടുള്ള എസെൻഷ്യൽ ടെക്നോളജി ഫീച്ചേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കുന്നുണ്ട്. ദെൻ ആപ്പ് ബേസ്ഡ് അതുപോലെ തന്നെ വെബ് ബേസ്ഡ് ഇ-കൊമേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കുന്നുണ്ട്. ഒരു ഇ-കൊമേഴ്സ് വെബ്സൈറ്റ് നമ്മൾ ബിൽഡിങ്ങിന്റെ ഡിസൈൻ ചെയ്യുന്നതൊക്കെ എങ്ങനെയാണെന്നുള്ളത് നോക്കുന്നുണ്ട്. SDLC സൈക്കിൾ ഫോർ ഡിസൈനിങ് ഇ-കൊമേഴ്സ് സൊല്യൂഷൻ. ഇ-കൊമേഴ്സിൽ വരുന്ന 2 ചലഞ്ചസ് നമ്മൾ ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്ന 2 സൊല്യൂഷൻസ് ഏതൊക്കെയാണെന്നുള്ളത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഹാർഡ്വെയറിനെ കുറിച്ചിട്ടും സോഫ്റ്റ്വെയറിനെ കുറിച്ചിട്ടും അതുപോലെ ഔട്ട്സോഴ്സിങ്ങിനെ കുറിച്ചിട്ടും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. Then impact of emerging technologies in e-commerce, digital platforms and e-commerce, ഡിജിറ്റലൈസേഷൻ ആൻഡ് ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ ഇൻ ബിസിനസ്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു യൂണിറ്റിൽ നമ്മൾ മെയിൻ ആയിട്ടും ഡിസ്കസ് ചെയ്യുന്നത്. ഇതാണ് ഈ ഒരു യൂണിറ്റിന്റെ ഒരു ഓവർവ്യൂ എന്ന് പറയുന്നത്. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഇനി യൂണിറ്റ് പോകെ ഡിസ്കസ് ചെയ്യാം. നമുക്ക് യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യാം. യൂണിറ്റില് ഫസ്റ്റ് ടോപ്പിക് ആണ് ഡിസൈൻ കൺസിഡറേഷൻ ഫോർ ഇ-കൊമേഴ്സ്. ഇ-കൊമേഴ്സിന് വേണ്ടിയിട്ടുള്ള ഡിസൈൻ നമ്മൾ തയ്യാറാക്കുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ഡിസൈൻ കൺസിഡറേഷൻ ഫോർ ഇ-കൊമേഴ്സ്. ഈ ഒരു ഇ-കൊമേഴ്സ് ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ ബേസിക് ആയിട്ടും ഒരുപാട് ഡിസൈൻസും കാര്യങ്ങളിലൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഇ-കൊമേഴ്സ് നമ്മൾ ബിൽഡ് ചെയ്യുമ്പോൾ അതിന്റെ ഡിസൈനിൽ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതായിട്ടുള്ള ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. അതായത് നമ്മുടെ വിസിറ്റേഴ്സിന് മെയിൻ ആയിട്ടും നമ്മൾ ഒരു ഇ-കൊമേഴ്സ് വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്യണം എന്ന് പറയുന്നതിന് മെയിൻ ആയിട്ടുള്ള ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ വിസിറ്റേഴ്സിനെ നമ്മുടെ പേജിലേക്ക് അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മൾ അവർക്ക് വേണ്ടി നമ്മുടെ വിസിറ്റേഴ്സിന് ഓപ്പൺ ചെയ്ത് കൊടുക്കുന്ന ആ വിൻഡോയിലേക്ക് അവരെ അട്രാക്ട് ചെയ്യണം. നമ്മുടെ വിസിറ്റേഴ്സിന്റെ അട്രാക്ഷൻ നമുക്ക് ക്യാച്ച് ചെയ്യണം എന്നുള്ള ഒരു ഉദ്ദേശത്തിന്റെ ബേസിസിലാണ് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്തതിന് ശേഷം മാത്രമേ ഒരു ഇ-കൊമേഴ്സ് വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളത് പറയുന്നത്. അതായത് ദ ബേസിക് ഡിസൈൻ കൺസിഡറേഷൻ വിച്ച് വെൻ സെറ്റ് അപ്പ് റൈറ്റ് വിൽ പ്രൂവ് ദ വേ ടു ദി പ്രോസ്പെറസ് ഓൺലൈൻ ബിസിനസ്. അതായത് നമുക്ക് ബിസിനസ്സിൽ സക്സീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് നമ്മളൊരു ഓൺലൈൻ ബിസിനസ് ആണ് ചെയ്യുന്നത്, നമ്മളൊരു ഓൺലൈൻ മെർച്ചന്റ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ വിസിറ്റേഴ്സിനെ നമ്മുടെ പേജിലേക്ക് അട്രാക്ട് ചെയ്യാനായിട്ട് നമ്മൾ നമ്മുടെ പേജിനെ അത്തരം രീതിയിൽ, അല്ലെങ്കിൽ അവരുടെ മൈൻഡിനെ പെട്ടെന്ന് അട്രാക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം നമ്മൾ തയ്യാറാക്കേണ്ടത്. 5 മെയിൻ ആയിട്ടുള്ള കൺസിഡറേഷൻ ആണ്, അല്ലെങ്കിൽ 5 മെയിൻ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഒരു ഇ-കൊമേഴ്സ് വെബ്സൈറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ. ഫസ്റ്റ് വൺ ആണ് ഡിസൈൻ ഓഫ് ഇ-കൊമേഴ്സ് വെബ്സൈറ്റ്. നമ്മൾ ഒരു ഇ-കൊമേഴ്സ് എന്നുള്ള ഒരു പ്ലാറ്റ്ഫോമിലോട്ട് പോകുമ്പോൾ, അല്ലെങ്കിൽ ഇ-കൊമേഴ്സ് എന്നുള്ള ഈ ഒരു മേഖലയിലോട്ട് നമ്മുടെ ബിസിനസ്സിനെ നമ്മൾ കേന്ദ്രീകരിക്കുമ്പോൾ മെയിൻ ആയിട്ടും നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട, അല്ലെങ്കിൽ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട 5 ഫാക്ടേഴ്സ് ആണ് അവിടെ ഉള്ളത്. ഡിസൈൻ ഓഫ് ഇ-കൊമേഴ്സ് വെബ്സൈറ്റ്. മൊത്തത്തിൽ വരുന്ന നമ്മുടെ ഇ-കൊമേഴ്സ് വെബ്സൈറ്റിന്റെ ഡിസൈൻ എങ്ങനെയായിരിക്കണം എന്നുള്ളത് നമ്മൾ നോക്കണം. അതുപോലെ തന്നെ ഈസി നാവിഗേഷൻ ആയിരിക്കണം, സിമ്പിൾ ചെക്ക്ഔട്ട് ആയിരിക്കണം, ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് ഉണ്ടായിരിക്കണം, ഗുഡ് പ്രൊഡക്റ്റ് പേജസ് ഉണ്ടായിരിക്കണം.
ഇത്രയും കാര്യങ്ങൾ ഒരുമിച്ച് വന്നാൽ മാത്രമേ, അല്ലെങ്കിൽ ഇത്രയും 5 ഫാക്ടേഴ്സ് ഒരുമിച്ച് വന്നാൽ, നല്ല രീതിയിൽ വന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു പ്ലാറ്റ്ഫോമിൽ കുറച്ച് സക്സീഡ് ചെയ്യാനും നമ്മുടെ ബിസിനസ്സിന് കുറച്ചും കൂടി ആക്റ്റീവ് ആയിട്ട് റൺ ചെയ്യാനും പ്രോഫിറ്റ് ഒക്കെ മേക്ക് ചെയ്യാനും പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മളൊരു ഇ-കൊമേഴ്സ് എന്നുള്ള പ്ലാറ്റ്ഫോമിലോട്ട് തിരിയുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ കൺസിഡർ ചെയ്യേണ്ട 5 ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഡിസൈൻ ഓഫ് ഇ-കൊമേഴ്സ് വെബ്സൈറ്റ്, ഈസി നാവിഗേഷൻ, സിമ്പിൾ ചെക്ക്ഔട്ട്, ലോജിസ്റ്റിക്സ്, ഗുഡ് പ്രൊഡക്റ്റ് പേജസ്. ഇത്രയും കാര്യങ്ങളാണ്, ഈ 5 കാര്യങ്ങളാണ് നമ്മൾ ഇ-കൊമേഴ്സ് എന്നുള്ള മേഖലയിലോട്ട് പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. ഓരോ ഫാക്ടേഴ്സും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ, അതായത് നമ്മൾ ആദ്യമായിട്ട് കൺസിഡർ ചെയ്യേണ്ടതാണ് ഡിസൈൻ ഓഫ് ഇ-കൊമേഴ്സ് വെബ്സൈറ്റ്. ഡിസൈൻ ഓഫ് ഇ-കൊമേഴ്സ് വെബ്സൈറ്റ്. The design of the portal is most important. Never underestimate it. The consumers who visit the site should be able to find exactly what they are looking for as soon as they arrive. അതായത് മെയിൻ ആയിട്ടും നമ്മളൊരു ഇ-കൊമേഴ്സ് എന്നുള്ള പ്ലാറ്റ്ഫോമിലോട്ട് പോകുമ്പോൾ, നമ്മളൊരു ഓൺലൈൻ മെർച്ചന്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ മെയിൻ ആയിട്ടും ഒരു വെബ്സൈറ്റ് എങ്ങനെയാണ് ഡിസൈൻ ചെയ്യേണ്ടത് എന്നുള്ള ഒരു ഐഡിയ നമുക്ക് ഉണ്ടായിരിക്കണം. അതായത് എങ്ങനെയാണ് നമ്മുടെ വെബ്സൈറ്റിനെ നമ്മൾ ക്രിയേറ്റീവ് ആയിട്ട് ചെയ്യേണ്ടത് എന്നുള്ളൊരു ഐഡിയ നമുക്ക് ഉണ്ടായിരിക്കണം. അതായത് പല വിസിറ്റേഴ്സും നമ്മുടെ ഈ ഒരു സൈറ്റിലോട്ട് അപ്രോച്ച് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ പല വിസിറ്റേഴ്സും നമ്മുടെ സൈറ്റിലോട്ട് വരുമ്പോൾ അവരെന്ത് ചെയ്യാം, അവർക്ക് എന്താണ് ആവശ്യമുള്ളത് അത് അവര് എത്തി ആ ഒരു സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അവർ സെർച്ച് ചെയ്യുമ്പോൾ തന്നെ അവർക്കത് അവൈലബിൾ ആയിരിക്കണം. അതായത് അവർക്ക് എന്താണ് വേണ്ടത് അത് സെർവ് ചെയ്യാൻ പാകത്തിലുള്ള ഒരു വെബ്സൈറ്റ് ആയിരിക്കണം നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ എന്താണ് കസ്റ്റമറിന്റെ നീഡ്, അതുപോലെ ക്വിക്ക് ആയിട്ട് അവർക്ക് പെട്ടെന്ന്, ചിലപ്പോൾ അവർക്ക് ടൈം, അതായത് പലരും ഈ ഇ-കൊമേഴ്സ് എന്നുള്ള ഈ ഒരു മേഖല പ്രിഫർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഓൺലൈൻ ട്രാൻസാക്ഷൻസ് പ്രിഫർ ചെയ്യുന്നത് പലരും കുറച്ച് ടൈം കൺസ്യൂമിങ് പ്രോസസ്, ടൈം കുറച്ച് എടുത്താൽ മതി എന്നുള്ള ഒരു പ്രോസസ് ആയതുകൊണ്ടാണ്. നമ്മളിപ്പോ ഒരു ഓൺലൈൻ ഷോപ്പിംഗ് നമ്മളൊരു ഓഫ്ലൈൻ ഷോപ്പിംഗ് ആണ് നടത്തുന്നതെങ്കിൽ നമുക്ക് പല സ്ഥലങ്ങളിലും ചിലപ്പോൾ ഒരു ടൈം ഒരുപാട് എടുക്കേണ്ടി വന്നേക്കാം. അതുകൊണ്ടാണ് പലരും ഇ-കൊമേഴ്സ് എന്നുള്ള ഈ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിലോട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ ചില കൺസ്യൂമേഴ്സിന് അവർക്ക് തിരക്കുണ്ടായിരിക്കും, അവർക്ക് ടൈം കുറച്ച് സ്പെൻഡ് ചെയ്യാനുള്ള ഒരു അത്രയും ഒരു എന്താ പറയാ, സ്പെൻഡ് ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരിക്കില്ല. സോ അവർക്കത് പെട്ടെന്നായിട്ട് ആക്സസ് ചെയ്യേണ്ടി വരും. എന്താണ് കൺസ്യൂമറിന്റെ നീഡ്, അല്ലെങ്കിൽ എന്താണ് കൺസ്യൂമറിന്റെ നീഡ് എന്നുള്ളതിനെ ബേസിക് ആയിട്ട് മനസ്സിലാക്കി അതിനനുസരിച്ച് അവർക്ക് വേണ്ടത് എന്തോ ആ ഒരു രീതിയിലായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇ-കൊമേഴ്സ് വെബ്സൈറ്റിനെ നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഇ-കൊമേഴ്സിന്റെ വെബ്സൈറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും ക്രിയേറ്റീവ് ആയിട്ടുള്ള രീതിയിൽ വേണം നമ്മൾ ഡിസൈൻ ചെയ്യാനായിട്ട്. കാരണം ഈ ഒരു ഇ-കൊമേഴ്സ് വെബ്സൈറ്റ് എന്നുള്ളത് ഈ ഒരു മേഖലയിൽ, അല്ലെങ്കിൽ നമ്മുടെ ഓൺലൈൻ പർച്ചേസിംഗിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു ഘടകമാണ് ഈ ഒരു ഇ-കൊമേഴ്സ് വെബ്സൈറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു ഇ-കൊമേഴ്സ് വെബ്സൈറ്റ് നമ്മുടെ ഓൺലൈൻ മെർച്ചന്റ്സ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് എന്നുള്ള ബേസിസിലാണ് ബാക്കിയുള്ള എല്ലാ ആക്ടിവിറ്റീസും അവിടെ വരുള്ളൂ. അതായത് ഒരു വിസിറ്ററിനെ, ഒരു ബേസിക് ആയിട്ടും ആദ്യം ആ ഒരു പേജിലോട്ട് വരുന്ന ആള് വിസിറ്റർ ആണ്. അതായത് ചിലപ്പോൾ അദ്ദേഹം ഒന്ന് വാങ്ങിക്കാനൊന്നും കരുതിയിട്ടുണ്ടായിരിക്കില്ല, ജസ്റ്റ് പേജസ് ഒക്കെ ഒന്ന് വിസിറ്റ് ചെയ്ത് പോവാനേ വിചാരിച്ചിട്ടുണ്ടായിരിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ പേജ് വിസിറ്റ് ചെയ്യുന്ന ഒരു വിസിറ്ററിനെ അവർക്ക് പെർസ്പെക്റ്റീവ് കസ്റ്റമർ ആക്കാനുള്ള ഒരു ബാലൻസ് അതിൽ ഉണ്ടായിരിക്കണം. അതായത് ഒരു ഇ-കൊമേഴ്സ് വെബ്സൈറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ അത് ബേസിക് ആയിട്ടുള്ള എല്ലാ എലമെന്റ്സും കൂടിച്ചേർത്ത് ഡിസൈൻ ചെയ്താൽ മാത്രമേ ഒരു വിസിറ്ററിനെ അവർക്ക് പെർസ്പെക്റ്റീവ് കസ്റ്റമർ ആക്കാൻ പറ്റുള്ളൂ. അതായത് എപ്പോഴും ഒരു ഇ-കൊമേഴ്സ് ഓൺലൈൻ മെർച്ചന്റ്സ് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരാൾ അവരുടെ പേജിലോട്ട് എൻട്രി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബേസിക്കലി അയാൾ ഒരു വിസിറ്റർ ആണ്. അവരൊന്നും പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടില്ല എങ്കിൽ കൂടി അവരെ നമ്മുടെ പെർസ്പെക്റ്റീവ് കസ്റ്റമർ ആയി കൺവേർട്ട് ചെയ്യാനുള്ള ഒരു എബിലിറ്റി നമ്മുടെ വെബ്സൈറ്റിന് ഉണ്ടായിരിക്കണം. അതുകൊണ്ട് തന്നെ അത് ക്രിയേറ്റീവ് ആയിട്ടുള്ള രീതിയിലായിരിക്കണം പ്രിപ്പയർ ചെയ്തിരിക്കേണ്ടത്. അതാണ് ഫസ്റ്റ് വൺ, design of e-commerce website. The next one, easy navigation. ഈസി നാവിഗേഷൻ എന്ന് പറയുമ്പോൾ ഈ ഒരു വെബ്സൈറ്റ് നമ്മൾ, അല്ലെങ്കിൽ ഈ ഒരു വെബ്സൈറ്റിലൂടെ നമുക്ക് വേണ്ട, അല്ലെങ്കിൽ ഒരു പർച്ചേസർക്ക് വേണ്ട എല്ലാ സാധനങ്ങളും അദ്ദേഹം
സെർച്ച് ചെയ്യുമ്പോൾ പെട്ടെന്ന് നാവിഗേറ്റ് ചെയ്ത് പോകാൻ പറ്റുന്ന രീതിയിലായിരിക്കണം. അതായത് അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ വൈസിലും അതുപോലെ അവരെന്താണോ പ്രിഫർ ചെയ്യുന്നത് എല്ലാം ഒരു പോയിന്റ് തന്നെ, അല്ലെങ്കിൽ അവർക്ക് എന്താണോ ആവശ്യമുള്ളത് അത് പെട്ടെന്ന് നമ്മൾ അതിന് റെസ്പോണ്ട് ചെയ്യണം. അവരുടെ ആവശ്യത്തിനനുസരിച്ച് ഈസി നാവിഗേഷൻ, ഒരു പേജിൽ നിന്ന് മറ്റൊരു പേജിലേക്ക് പോകാനുള്ള സംവിധാനങ്ങളൊക്കെ അവിടെ ക്രിയേറ്റീവ് ആയിട്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈസി നാവിഗേഷൻ എന്ന് പറയുന്നത്. The next one, സിമ്പിൾ ചെക്ക്ഔട്ട്. സിമ്പിൾ ചെക്ക്ഔട്ട് എന്ന് പറയുമ്പോൾ നാവിഗേഷന്റെ പോലെ തന്നെ ഈ ചെക്ക്ഔട്ട് പ്രോസസ്സ് എന്ന് പറയുമ്പോൾ എപ്പോഴും സ്മൂത്ത് ആയിട്ടായിരിക്കണം നമ്മൾ ചെയ്തിട്ടുണ്ടായിരിക്കേണ്ടത്. അതായത് ഒരാൾ നമ്മുടെ പേജിലോട്ട് എൻട്രി ചെയ്യുമ്പോൾ ഒരുപാട് സ്റ്റെപ്പുകൾ ചിലപ്പോൾ അവിടെ ഉണ്ടായിരിക്കും. അതായത് ഇപ്പൊ നമ്മൾ ചില ആപ്പുകളൊക്കെ നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യാന്ന് വെക്കാം. അപ്പൊ ചിലപ്പോൾ നമ്മൾ ആപ്പിൽ എന്തെങ്കിലും വർക്ക് ചെയ്യുമ്പോഴൊക്കെ, അല്ലെങ്കിൽ പല ഇപ്പൊ ഒരു വീഡിയോ മേക്കിംഗ് ആപ്പ് ആണെന്ന് വിചാരിക്കുക, നമ്മൾ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്ത് അത് വീഡിയോയിലേക്ക് കൺവേർട്ട് ചെയ്യണം. ചിലപ്പോൾ അതിനിടയ്ക്ക് ഒരുപാട് ആഡുകളൊക്കെ വരും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും, അത് നമുക്കൊരു ഡിസ്റ്റർബൻസ് ആയിട്ട് തോന്നും അല്ലെ. അതാണ് നമ്മുടെ ഒരു ഇ കൊമേഴ്സ് വെബ്സൈറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് സ്റ്റെപ്പുകളിലൂടെ കടന്നു പോവാണ്ടല്ല. അതായത് ഒരാൾക്ക് എന്തെങ്കിലും സെർച്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് അവിടെ ക്ലിക്ക് ചെയ്ത് അപ്പുറത്ത് ക്ലിക്ക് ചെയ്ത് അങ്ങനെ ഒരുപാട് സ്റ്റെപ്പുകളിലൂടെ പോകുമ്പോൾ ചിലപ്പോൾ നമുക്കത് പിന്നെ തുറന്നു നോക്കാനേ തോന്നില്ല, നമുക്കതിലുള്ള ഇൻട്രസ്റ്റ് നമ്മളിൽ നിന്ന് നഷ്ടപ്പെടും. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ചെക്ക്ഔട്ട് പ്രോസസ്സ് എപ്പോഴും നമുക്ക് വേണ്ടത്, അല്ലെങ്കിൽ ഒരു പർച്ചേസർക്ക് വേണ്ടത് അദ്ദേഹം ചെക്ക് ചെയ്യുമ്പോൾ ആ ഒരു പ്രോസസ്സ് എപ്പോഴും സ്മൂത്ത് ആയിരിക്കണം. ഒരുപാട് സ്റ്റെപ്പോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട്, അതായത് ഒരുപാട് സ്ഥലങ്ങളിൽ ക്ലിക്ക് ചെയ്യേണ്ട ആവശ്യങ്ങളൊന്നും ഇല്ലാണ്ട് അവർക്ക് എന്താണോ വേണ്ടത് അത് ആ ഒരു സിമ്പിൾ അല്ലെങ്കിൽ ഒരു സിംഗിൾ ടച്ചിൽ അവർക്ക് ഡിസ്പ്ലേ ചെയ്ത് കൊടുത്താൽ പെട്ടെന്ന് അവർക്ക് അത് കൺവീനിയന്റ് ആയിട്ട് തോന്നും. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് സിമ്പിൾ ചെക്ക്ഔട്ട് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ്. ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ലോജിസ്റ്റിക്സ് മാനേജ്മെന്റും ഒരു ഇ കൊമേഴ്സ് പോർട്ടൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ അതിന് മെയിൻ ആയിട്ടും ഈ ഇൻവെന്ററിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് വരിക. ഇൻവെന്ററി നമ്മൾ മാനേജ് ചെയ്യുക, അതായത് സ്റ്റോക്കുകൾ നമ്മൾ മാനേജ് ചെയ്യുക, സ്റ്റോക്കുകൾ സ്റ്റോർ ചെയ്യുക, അത് യൂസ് ചെയ്യുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ലോജിസ്റ്റിക്സ് മാനേജ്മെന്റിൽ മെയിൻ ആയിട്ടും വരുന്നത്. ഇൻവെന്ററിനെ കുറിച്ചിട്ട്, ഇൻവെന്ററി നമ്മൾ പ്രോപ്പർ ആയിട്ട് സ്റ്റോക്ക് ചെയ്ത് വെക്കുക. ചിലപ്പോൾ നമ്മൾ ചില സാധനങ്ങൾ ഓൺലൈനായിട്ട് സെർച്ച് ചെയ്യുമ്പോൾ അവര് ചിലപ്പോൾ കാണിച്ചിട്ടുണ്ടായിരിക്കും ഓൺലി വൺ ഐറ്റം ലെഫ്റ്റ്, അതായത് ഒരു ഐറ്റം മാത്രമേ സ്റ്റോക്ക് ഉള്ളൂ. ചിലത് കാണിച്ചിട്ടുണ്ടായിരിക്കും സോൾഡ് ഔട്ട്, ഫുള്ളി സോൾഡ് ഔട്ട് ആയിന്ന്. ചിലത് നമുക്ക് ഇഷ്ടപ്പെട്ട് നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ അവർ കാണിച്ചിട്ടുണ്ടായിരിക്കും ഇതുപോലെ ഈ ഒരു ഐറ്റം സ്റ്റോക്കിൽ ഇല്ല, പിന്നീട് വരും എന്നുള്ള ഒരു ഇൻഫർമേഷൻസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അപ്പൊ നമുക്ക് ചിലപ്പോൾ പിന്നെ ആ ഒരു സൈറ്റിലേക്ക് കയറാനുള്ള ഒരു ഇൻട്രസ്റ്റോ കാര്യങ്ങളോ ഒക്കെ നമുക്ക് നഷ്ടപ്പെടും. അതുകൊണ്ട് എപ്പോഴും നമ്മുടെ സൈറ്റിൽ നമ്മളൊരു ഓൺലൈൻ മെർച്ചന്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് നമ്മൾ പ്രോപ്പർ ആയിട്ട് കൊണ്ടുപോകുന്നുണ്ടായിരിക്കണം. അതായത് വെൽ മെയിൻറ്റൈൻഡ് ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് ഓഫ്ലൈൻ ബിസിനസിനെ പോലെ തന്നെ നമുക്ക് ഉണ്ടായിരിക്കണം. അതായത് എന്താണോ കൺസ്യൂമർക്ക് വേണ്ടത് ആ ഇൻവെന്ററീസ് ഒക്കെ എപ്പോഴും സ്റ്റോക്കിൽ ഉണ്ടാവാൻ, ഒരു 5-6 ഐറ്റം എങ്കിലും സ്റ്റോക്കിൽ എപ്പോഴും ഉണ്ടാവാൻ ആ ഒരു മെർച്ചന്റ് ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കണം. അതാണ് ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ. The next one, good product stages. Good product stages. The good product pages. The product page is a crucial element of any e-commerce portal. It has the power to convert a visitor into prospective buyer. The pictures uploaded on web pages should be good quality. Good product pages എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മുടെ ഓൺലൈനിൽ അല്ലെങ്കിൽ ഓൺലൈൻ ആയിട്ട് നമ്മൾ ബിസിനസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇ കൊമേഴ്സ് പേജസ് എപ്പോഴും ക്ലിയർ ആയിരിക്കണം, നീറ്റ് ആയിരിക്കണം. അതായത് നമ്മൾ അതിൽ നമ്മുടെ പ്രൊഡക്റ്റിന്റെ പിക്ചർ എന്ത് ചെയ്യും, നമ്മൾ അതിൽ കൊടുക്കും, അല്ലെങ്കിൽ നമ്മൾ പിക്ചർ നമ്മൾ അപ്ലോഡ് ചെയ്യും. ഞാനിപ്പോ ഒരു ഓൺലൈൻ ബിസിനസ് ആണ് നടത്തുന്നതെന്നുണ്ടെങ്കിൽ, ഞാനിപ്പോ ഒരു ഡ്രസ് മെറ്റീരിയൽ ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഓൺലൈൻ മെർച്ചന്റ് ആണെന്നുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ ഉള്ള അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ സ്റ്റോക്ക് ഉള്ള അല്ലെങ്കിൽ എൻ്റെ കയ്യിലുള്ള എല്ലാ ഡ്രസ്സിന്റെ പിക്ചേഴ്സും ഞാൻ അതിൽ അപ്ലോഡ് ചെയ്യും അല്ലെ. അതായത് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ
പ്രൊഡക്റ്റുകളും ഗുഡ് ക്വാളിറ്റിയിലുള്ള പ്രൊഡക്റ്റുകളായിരിക്കണം. അതായത് ക്ലിയർ ആയിരിക്കണം. നമ്മൾ നല്ലൊരു ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് പിക്ചേഴ്സ് നമ്മൾ അതിൽ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കണം. അതുപോലെ തന്നെ പലരും റിവ്യൂസ് ഇട്ടിട്ടുണ്ടായിരിക്കും അല്ലെ. അതായത് നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് പലരും റിവ്യൂസ് ഇട്ടിട്ടുണ്ടായിരിക്കും. മുൻപ് വാങ്ങിച്ചവരൊക്കെ അതിനെ കുറിച്ചിട്ടുള്ള ഓരോ റിവ്യൂ കാര്യങ്ങളും അതിൽ കൊടുത്തിട്ടുണ്ടായിരിക്കണം. ആ റിവ്യൂ കാര്യങ്ങളൊക്കെ നമ്മുടെ പർച്ചേസർക്ക്, അതായത് ഈ ഒരു പേജ് വിസിറ്റ് ചെയ്യുന്ന വിസിറ്റർക്ക് വായിക്കാൻ പറ്റിയ രീതിയിൽ, പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം കൊടുത്തിട്ടുണ്ടായിരിക്കേണ്ടത്. അതാണ് ഗുഡ് പ്രൊഡക്റ്റ് പേജസ് എന്ന് പറയുമ്പോൾ. അവിടെ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ പിക്ചേഴ്സും ഗുഡ് ക്വാളിറ്റിയിലുള്ള പിക്ചേഴ്സ് ആയിരിക്കണം. അതുപോലെ തന്നെ റിവ്യൂസ് ഒക്കെ കസ്റ്റമേഴ്സിന് വാങ്ങിക്കാൻ പറ്റുന്ന രീതിയിൽ, അല്ലെങ്കിൽ പെട്ടെന്ന് വായിക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം കൊടുത്തിട്ടുണ്ടായിരിക്കേണ്ടത്. എന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ വിസിറ്ററിനെ ഒരു പെർസ്പെക്റ്റീവ് ബയർ ആയിട്ട് ഒരു ഓൺലൈൻ മെർച്ചന്റിന് കൺവേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ടും നമ്മുടെ ഒരു ഇ-കൊമേഴ്സ് പോർട്ടൽ അല്ലെങ്കിൽ ഇ-കൊമേഴ്സ് വെബ്സൈറ്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. ഡിസൈൻ ഓഫ് ഇ-കൊമേഴ്സ് വെബ്സൈറ്റ്, നമ്മുടെ വെബ്സൈറ്റിന്റെ ഡിസൈൻ നമ്മൾ ശ്രദ്ധിക്കണം. ഈസി നാവിഗേഷൻ ആയിരിക്കണം. സിമ്പിൾ ആയിട്ട് നമുക്ക് ചെക്ക്ഔട്ട് ചെയ്യാൻ പറ്റണം. ഗുഡ് ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഗുഡ് പ്രൊഡക്റ്റ് പേജസ് ആയിരിക്കണം. നമ്മുടെ വെബ്സൈറ്റിൽ വരുന്ന ഓരോ പേജസും ഗുഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് പേജസിനെ അപ്ലോഡ് ചെയ്തിട്ടുള്ളതായിരിക്കണം. അപ്പൊ ഇത്രയാണ് നമ്മളിവിടെ ഇ-കൊമേഴ്സിന്റെ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ ഡിസൈനിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. നെക്സ്റ്റ് വൺ, essential technology features required. ഒരു ഇ-കൊമേഴ്സ് വെബ്സൈറ്റ് അല്ലെങ്കിൽ ഡിസൈൻ നമ്മൾ തയ്യാറാക്കുമ്പോൾ അവിടെ വന്നിരിക്കേണ്ട എസെൻഷ്യൽ ടെക്നോളജീസ് എന്തൊക്കെയാന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത്. ഫീച്ചേഴ്സ്, അതായത് ഒരു നല്ല രീതിയിലുള്ള ഒരു വെബ്സൈറ്റിന് അല്ലെങ്കിൽ ഇ-കൊമേഴ്സ് ഡിസൈനിന് വേണ്ട ഫീച്ചേഴ്സ് ഏതൊക്കെയാന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് ഫീച്ചർ ആണ് യുബിക്വിറ്റി. ഫസ്റ്റ് ഫീച്ചർ ആണ് യുബിക്വിറ്റി. അതില് നമുക്ക് ഒരു 7 ഫീച്ചേഴ്സോളം തന്നിട്ടുണ്ട്. യുബിക്വിറ്റി, ഗ്ലോബൽ റീച്ച്, യൂണിവേഴ്സൽ സ്റ്റാൻഡേർഡ്, റിച്ച്നെസ്, ഇന്ററാക്ടിവിറ്റി, ഇൻഫർമേഷൻ ഡെൻസിറ്റി, പേഴ്സണലൈസേഷൻ. ഇത്രയും ഫീച്ചേഴ്സ് ആണ് വരുന്നത്. ഫസ്റ്റ് ഫീച്ചർ ആണ് യുബിക്വിറ്റി. ഇ-കൊമേഴ്സ് എന്നുള്ള ഈ ഒരു പോർട്ടൽ എപ്പോഴും യുബിക്വസ് ആയിരിക്കണം എന്നാണ് പറയുന്നത്. അതായത് നമുക്ക് എപ്പോ വേണമെങ്കിലും ലോകത്തിന്റെ ഏത് കോണിൽ നിന്നിട്ടാണെങ്കിലും നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റണം. അതാണ് യുബിക്വിറ്റി എന്ന് പറയുന്നത്. ആ ഒരു വേർഡ് ചിലപ്പോൾ അതിന്റെ മീനിങ് പലർക്കും കിട്ടുന്നുണ്ടായിരിക്കില്ല. സിമ്പിൾ ആയിട്ടുള്ള മീനിങ് ആണ്. ഇറ്റ് ക്യാൻ ബി ആക്സസ്ഡ് ഫ്രം എനിവെയർ അറ്റ് എനി ടൈം. നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും ഏത് സമയത്ത് വേണമെങ്കിലും ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം നമ്മുടെ ഇ-കൊമേഴ്സ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കേണ്ടത്. അതാണ് യുബിക്വിറ്റി എന്ന് പറയുന്നത്. യുബിക്വിറ്റി ഉണ്ടായിരിക്കണം. അതായത് ഫസ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ബി ആക്സസ് അല്ലെങ്കിൽ ഇറ്റ് ഷുഡ് ബി ആക്സസ്ഡ് ഫ്രം എനിവെയർ അറ്റ് എനി ടൈം. ഏത് സമയത്തും ഏത് സ്ഥലത്ത് നിന്നിട്ടും നമുക്കതിനെ ആക്സസ് ചെയ്യാൻ പറ്റണം. അതാണ് യുബിക്വിറ്റി എന്ന് പറയുന്നത്. അതായത് ഒരു ഫിസിക്കൽ സ്പേസിന്റെ റെസ്ട്രിക്ഷനോ അല്ലെങ്കിൽ ഒരു ടൈമിന്റെ റെസ്ട്രിക്ഷൻ, ഇപ്പൊ ഷോപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ്, ഒരു ഓഫ്ലൈൻ ഷോപ്പ് ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർ 9 മണി മുതൽ രാത്രി ഒരു 10 മണി വരെ ഏറിപ്പോയാലോ അങ്ങനെയൊക്കെ അവര് പ്രവർത്തിക്കുള്ളൂ. സോ അതിനൊരു റെസ്ട്രിക്ഷൻ ഉണ്ട്. അതായത് ഇത്ര ടൈം വരെ എന്ന് പറയുന്ന ഒരു ടൈം റെസ്ട്രിക്ഷൻ ഉണ്ട്. പക്ഷെ ഈ ഒരു ഇ-കൊമേഴ്സ് പോർട്ടൽസിന് ഒരിക്കലും ഒരു ടൈം റെസ്ട്രിക്ഷനോ ഒരു ഫിസിക്കൽ സ്പേസ് അതായത് ഈ ഒരു സ്ഥലത്ത് നിന്ന് മാത്രമേ ഇത് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു റെസ്ട്രിക്ഷനോ ഉണ്ടാവാൻ പാടില്ല. അതാണ് യുബിക്വിറ്റി എന്ന് പറയുന്നത്. ഇറ്റ് ഷുഡ് ബി യുബിക്വസ്. ദെൻ രണ്ടാമത്തേതാണ് ഗ്ലോബൽ റീച്ച്. ഗ്ലോബൽ റീച്ച് എന്ന് പറയുമ്പോൾ യുബിക്വിറ്റിന്റെ പോലെ തന്നെ നമുക്ക് ബൗണ്ടറിയുടെ ഒരു ബോർഡേഴ്സോ അല്ലെങ്കിൽ നമ്മൾ ഇതിന് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ബോർഡേഴ്സോ കാര്യങ്ങളൊന്നും ഫിക്സ് ചെയ്ത് വെച്ചിട്ടില്ല. അതായത് ഈ ഒരു സ്ഥലത്ത് നിന്ന് മാത്രമേ അല്ലെങ്കിൽ ഇത്ര സ്ഥലപരിധിക്കുള്ളിൽ മാത്രമേ നമുക്ക് ഇത് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു ബൗണ്ടറി ലൈൻസ് നമ്മൾ സെറ്റ് ചെയ്തിട്ടില്ല. The technology has eliminated the national boundaries. ഇ-കൊമേഴ്സ് എന്ന് പറയുന്ന ഈ ഒരു ടെക്നോളജി എപ്പോഴും നാഷണൽ ബൗണ്ടറീസിനെ ക്രോസ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ടിവിറ്റി ആണ്.
അതായത് ഒരു പൊട്ടൻഷ്യൽ മാർക്കറ്റ് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ഒരു ഗ്ലോബൽ പോപ്പുലേഷൻ വലിയൊരു ജനക്കൂട്ടത്തിന് എപ്പോൾ വേണമെങ്കിലും അവർക്ക് ഏത് സൈസിലും നമുക്ക് എന്ത് ചെയ്യാം, സാധനങ്ങൾ അവൈലബിൾ ആവുന്ന രീതിയിൽ ഒരു ഗ്ലോബൽ റീച്ചിൽ, അതായത് ഓരോരുത്തർക്കും ഏത് ക്വാണ്ടിറ്റിയിലാണോ വേണ്ടത്, ചിലപ്പോൾ ചിലർക്ക് വലിയ സൈസിലുള്ള ഒരു സൈസിലുള്ള സംഭവങ്ങളായിരിക്കാം വേണ്ടത്, ചിലർക്ക് ചില ചെറിയ ക്വാണ്ടിറ്റിയിലുള്ള സാധനങ്ങൾ മതിയായിരിക്കും. സോ എവിടെ നിന്നിട്ടും ഏത് ഒരു നാഷണൽ ബൗണ്ടറീസിന്റെ ഒരു സെറ്റപ്പോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് ആയിരിക്കണം. അതാണ് ഗ്ലോബൽ റീച്ച് എന്ന് പറയുന്നത്. ദ നെക്സ്റ്റ് വൺ, യൂണിവേഴ്സൽ സ്റ്റാൻഡേർഡ്സ്. യൂണിവേഴ്സൽ സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒരു ആക്ടിവിറ്റി, ഇ കൊമേഴ്സ് എന്ന് പറയുന്ന ഈ ഒരു ആക്ടിവിറ്റി എപ്പോഴും ചെയ്യുന്നത് ഒരു ഇന്റർനെറ്റിന്റെ സഹായത്തോട് കൂടിയിട്ടാണ്, അല്ലെ? അതായത് ഒരു ഇന്റർനെറ്റിന്റെ ഹെൽപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ ഇന്റർനെറ്റ് കണക്ഷൻ നമുക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു ആക്ടിവിറ്റി നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇ കൊമേഴ്സിലൂടെ നമുക്ക് പർച്ചേസ് ചെയ്യാനും അത് സെയിൽ ചെയ്യാനും റിട്ടേൺ ചെയ്യാനും ഒക്കെ പറ്റുള്ളൂ. അതുകൊണ്ട് ഈ ഒരു ഇന്റർനെറ്റ് എന്ന് പറയുമ്പോൾ വേൾഡ് വൈഡ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്. അതായത് നമുക്കിപ്പോ കേരളത്തിൽ മാത്രം നമ്മൾ യൂസ് ചെയ്യുന്നതല്ല, അല്ലെങ്കിൽ നമ്മൾ പുറത്ത് USA മാത്രം യൂസ് ചെയ്യുന്ന ഒരു കാര്യമല്ല, എല്ലായിടത്തുമുള്ള ഒരു സംഭവമാണ് ഇന്റർനെറ്റ് എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് ഇതിന് എല്ലായിടത്തും എന്താണ്, ഒരേ സ്റ്റാൻഡേർഡ്സ് ആണുള്ളത്. അതായത് ഇന്റർനെറ്റിൽ വരുന്ന എല്ലാ സംഭവങ്ങളും എല്ലാ സ്ഥലത്തും ഒരുപോലെയാണ്. അതിനെയാണ് നമ്മൾ യൂണിവേഴ്സൽ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. യൂണിവേഴ്സൽ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഇന്റർനെറ്റിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ഇ കൊമേഴ്സ് ആക്ടിവിറ്റി പ്രവർത്തിക്കേണ്ടത്. അതുകൊണ്ട് ഈ ഒരു ഇന്റർനെറ്റിന്റെ ഹെൽപ്പ് ഇല്ലാണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഒരു ആക്ടിവിറ്റീസും ചെയ്യാൻ പറ്റില്ല. അതാണ് യൂണിവേഴ്സൽ സ്റ്റാൻഡേർഡ്സ്. അതായത് എല്ലാ സ്ഥലത്തും അതിനൊരു അക്സെപ്റ്റൻസ് ഉണ്ടായിരിക്കും, ഗ്ലോബലി അതിനൊരു അക്സെപ്റ്റൻസ് ഉണ്ടായിരിക്കും. ബിക്കോസ് എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ യൂസ് ചെയ്യുന്ന ഇന്റർനെറ്റിന് അവിടെ ഇന്റർനെറ്റിൽ വരുന്ന എല്ലാ കാര്യങ്ങളും സെയിം ആണ്, വൺ ആൻഡ് സെയിം ആണ്. ഇപ്പൊ നമ്മൾ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ഒക്കെ യൂസ് ചെയ്തിട്ട് അക്കൗണ്ടിങ് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുമ്പോൾ എല്ലാ സ്ഥലത്തും അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത് സെയിം ആണ്. ആ സ്റ്റാൻഡേർഡ്സിന്റെ കീഴിലാണ് നമ്മൾ അത്തരം ആക്ടിവിറ്റീസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഇന്റർനെറ്റിന്റെ ഹെൽപ്പോട് കൂടിയാണ് ഇത്തരം ആക്ടിവിറ്റീസ് ചെയ്യുന്നത്. ഇന്റർനെറ്റിന്റെ സ്റ്റാൻഡേർഡ്സ് എല്ലാ സ്ഥലങ്ങളിലും ഒരുപോലെയാണ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. സോ അതിന് ഇ കൊമേഴ്സ് എന്ന് പറയുന്ന ഈ ആക്ടിവിറ്റിക്ക് അപ്പൊ ഒരു യൂണിവേഴ്സൽ സ്റ്റാൻഡേർഡ് ആണ് ഉള്ളത്. ദ നെക്സ്റ്റ് വൺ, റിച്ച്നെസ്. റിച്ച്നെസ് എന്ന് പറയുമ്പോൾ നമ്മൾ അഡ്വർടൈസിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്, അല്ലെ? അതായത് നമ്മുടെ ഇ കൊമേഴ്സിനെ കുറിച്ചിട്ടുള്ള, നമ്മുടെ പോർട്ടലിനെ കുറിച്ചിട്ടുള്ള അഡ്വർടൈസിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പല സൈറ്റുകളിൽ, അല്ലെങ്കിൽ പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നമ്മൾ ഇതിനെ കുറിച്ചിട്ടുള്ള അഡ്വർടൈസിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. സോ അതുകൊണ്ട് നമ്മുടെ ബ്രാൻഡിനെ കുറിച്ചിട്ടും അതുപോലെ ഇതിലുള്ള എല്ലാ കാര്യങ്ങളെ കുറിച്ചിട്ടും പെട്ടെന്ന് എല്ലാ ഏത് രീതിയിലുള്ള ആൾക്കാരാണെങ്കിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ എല്ലാ കാര്യങ്ങളെ കുറിച്ചിട്ടും അഡ്വർടൈസ്മെന്റ്സും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബ്രാൻഡ് അവയർനെസ്സും കാര്യങ്ങളൊക്കെ ഇവർക്ക് ഉണ്ടായിരിക്കും. അതുകൊണ്ട് ഈ ഒരു ഇൻഫർമേഷന്റെ കാര്യത്തിൽ, അതാണ് റിച്ച്നെസ് എന്ന് പറയുമ്പോൾ ആ വീട്ടിൽ ശ്രദ്ധിക്കേണ്ട. റിച്ച്നെസ് എന്ന് പറയുമ്പോൾ നമ്മൾ അവർ റിച്ച് ആണെന്ന് പറയും, അല്ലെ? അതായത് പക്ഷെ ഇവിടെ നമ്മൾ റിച്ച്നെസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമ്മൾ ഈ അഡ്വർടൈസ്മെന്റും കാര്യങ്ങളൊക്കെ സ്ഥിരമായിട്ട് കൊടുക്കുന്നത് കൊണ്ട് തന്നെ ബ്രാൻഡിനെ കുറിച്ചിട്ടും ക്വാളിറ്റിനെ കുറിച്ചിട്ടും പ്രൈസിനെ കുറിച്ചിട്ടും ഒക്കെ ഇവർ വെൽ അവെയർ ആയിരിക്കും. ഓരോ പീപ്പിൾസും ഇവിടെ വരുന്ന എല്ലാ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടും അവർ അവെയർ ആയിരിക്കും. അതായത് അവർക്ക് ഒരു ധാരണ ഉണ്ടായിരിക്കും, ഇത് എന്ത് തരം പ്രൊഡക്റ്റ് ആണ്, ഇത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഇതിന്റെ ക്വാളിറ്റി എങ്ങനെയാണ്, പ്രൈസ് എങ്ങനെയാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ ഇവർക്കൊരു ധാരണ ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഇൻഫർമേഷന്റെ കാര്യത്തിൽ ഇവർ റിച്ച് ആണ് എന്നാണ് പറയുന്നത്. അതാണ് ഇവിടെ റിച്ച്നെസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയാൻ പറ്റും. കാരണം അഡ്വർടൈസിങ്ങും ബ്രാൻഡ് അവയർനെസ്സും ഒക്കെ കൊടുക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് അവിടെ നിന്ന് കിട്ടുന്നുണ്ട് അവരുടെ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട്. സോ ഇൻഫർമേഷന്റെ കാര്യത്തിൽ എപ്പോഴും റിച്ച് ആയിരിക്കണം, അല്ലെങ്കിൽ ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു കാര്യത്തിൽ എപ്പോഴും ഇ കൊമേഴ്സ് എന്ന് പറയുന്ന ഈ പോർട്ടൽസ് എപ്പോഴും റിച്ച്നെസ് കീപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കണം. നെക്സ്റ്റ് വൺ, ഇന്ററാക്ടിവിറ്റി. ഇന്ററാക്ടിവിറ്റി എന്ന് പറയുമ്പോൾ ഇ കൊമേഴ്സ് ടെക്നോളജീസിൽ വരുന്ന ചില ടെക്നോളജീസിന്റെ അടിസ്ഥാനത്തിൽ ചില ടെക്നോളജീസ് യൂസ് ചെയ്തിട്ട് ഇവിടെ മെർച്ചൻസിനും അതുപോലെ തന്നെ കൺസ്യൂമറിനും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു 2 വേ കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസ് ഇപ്പൊ പല ഓൺലൈൻ
പോർട്ടൽസിലും അവൈലബിൾ ആണ്. അതാണ് ഇന്ററാക്ടിവിറ്റി എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഒരു പർച്ചേസർ എന്ന രീതിയിൽ അല്ലെങ്കിൽ കൺസ്യൂമർ എന്ന രീതിയിൽ നമ്മൾ സാധനം പർച്ചേസ് ചെയ്തിട്ട് പോവല്ല ചെയ്യുന്നത്. വി ക്യാൻ കമ്മ്യൂണിക്കേറ്റ്, നമുക്ക് മെർച്ചൻസുമായിട്ട് ഇതിനെ കുറിച്ചിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ചില ടെക്നോളജീസ് ഒക്കെ നമ്മൾ അതിനു വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട് പല പോർട്ടൽസിലും. അതാണ് ഇന്ററാക്ടിവിറ്റി. ദെൻ ഇൻഫർമേഷൻ ഡെൻസിറ്റി. E-commerce technology reduces the information collection, storage, communication and processing cost. ഇൻഫർമേഷൻ ഡെൻസിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ള സെയിം പോയിന്റ് തന്നെയാണ്. അതായത് ഈ ഒരു ഇ-കൊമേഴ്സിൽ വരുന്ന പല ടെക്നോളജീസും അവർ ഒരുപാട് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്നുണ്ട്, സ്റ്റോർ ചെയ്യുന്നുണ്ട്. നമുക്ക് വേണ്ട സമയത്ത് അതിനെ കുറിച്ച് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഇൻഫർമേഷൻ ഡെൻസിറ്റി എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ടും നമ്മളിപ്പോ ഈ റിവ്യൂസും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നില്ലേ, അതന്നെയാണ് ഇൻഫർമേഷൻ ഡെൻസിറ്റി എന്ന് പറയുന്നത്. അതായത് ഒരു പ്രൊഡക്റ്റ് മുമ്പ് വാങ്ങിച്ചിട്ടുള്ള യൂസർ അല്ലെങ്കിൽ പർച്ചേസർ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, ആ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവരുടെ ആ പ്രൊഡക്റ്റിന്റെ താഴെ, അവർ വാങ്ങിച്ച പ്രൊഡക്റ്റിന്റെ താഴെ റിവ്യൂ ആയിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പൊ ഞാനൊരു ബാഗ് വാങ്ങിക്കാന്നുണ്ടെങ്കിൽ എനിക്കൊരു ബാഗ് ഇഷ്ടപ്പെട്ടു, ഒരു 500 റുപ്പീസിന്റെ ഒരു ബാഗാണ് വരുന്നത്. ഞാനത് ഫ്ലിപ്കാർട്ടിൽ പോയപ്പോഴാണ് ഞാൻ സെർച്ച് ചെയ്തു, ബാഗ് ഇഷ്ടപ്പെട്ടു, ഫ്ലിപ്കാർട്ട് എന്നുള്ള ആപ്ലിക്കേഷനിലാണ് ഞാൻ അതിന് സെലക്ട് ചെയ്തത്. അപ്പൊ ഞാൻ ഇത് വാങ്ങിക്കുന്നതിന് മുമ്പ് ഞാൻ പെട്ടെന്ന് പോയി വാങ്ങിക്കില്ല, ബിക്കോസ് അതിന്റെ താഴെ റിവ്യൂസ് ഉണ്ടായിരിക്കും. അതായത് മുൻപ് വാങ്ങിച്ചവർ അതിനെ കുറിച്ചിട്ടുള്ള റിവ്യൂസ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരിക്കും. ഇപ്പൊ ഒരു 5 സ്റ്റാർ ആണ് നമ്മളൊരു പ്രൊഡക്റ്റിന് കൊടുക്കുന്നതെങ്കിൽ ചിലര് 1 സ്റ്റാർ കൊടുത്തിട്ടുണ്ടായിരിക്കും, ചിലര് 2 എണ്ണം കൊടുത്തിട്ടുണ്ടായിരിക്കും, ചിലര് 3 എണ്ണം കൊടുത്തിട്ടുണ്ടായിരിക്കും. അക്കോർഡിംഗ് ടു അവർക്ക് കിട്ടിയ ആ ഒരു പ്രൊഡക്റ്റിന്റെ ലെവൽ എങ്ങനെയാണ് അതിനനുസരിച്ച് അവർ അതിന്റെ റിവ്യൂസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. സോ ഓരോരുത്തർക്കും എന്ത് ചെയ്യാം, ഓരോ പുതിയ യൂസറിനും അല്ലെങ്കിൽ ഓരോ പുതിയ പർച്ചേസറിനും ആ സാധനം തന്നെ പിന്നീട് വാങ്ങിക്കുമ്പോൾ ഇത്തരം റിവ്യൂസ് ചെക്ക്ഔട്ട് ചെയ്തിട്ട് അവർക്ക് അവരുടെ ഡിസിഷൻസ് എടുക്കാവുന്നേ ഉള്ളൂ. അതാണ് ഒരുപാട് ഇൻഫർമേഷൻസ് ഇവിടെ കളക്ട് ചെയ്ത് വെക്കുന്ന, സ്റ്റോർ ചെയ്ത് വെക്കുന്നൊക്കെ ഉണ്ട് നമ്മുടെ ഇ-കൊമേഴ്സിൽ. നെക്സ്റ്റ് വൺ, പേഴ്സണലൈസേഷൻ. പേഴ്സണലൈസേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇ-കൊമേഴ്സ് ടെക്നോളജീസ് പലതും നമ്മുടെ പേഴ്സണലൈസേഷന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അതായത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്, അതാണ് ഇ-കൊമേഴ്സിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഫീച്ചർ എന്ന് പറയുന്നത്. അതായത് നമുക്ക് വേണ്ട സാധനങ്ങൾ നമുക്ക് എന്ത് ചെയ്തിട്ട് അവര് നമ്മൾക്ക് വേണ്ട രീതിയിൽ അവർ കൊടുത്തിട്ടുണ്ടായിരിക്കും. അതായത് ഒരു ഓഫ്ലൈൻ ആയിട്ടൊരു സ്റ്റോറിൽ പോയി വാങ്ങുന്നതിനേക്കാളും കൂടുതൽ ഇപ്പൊ ഒരു 10 യൂസർ ഒരു സെയിം പ്രോഡക്റ്റ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, മനസ്സിലാവും കസ്റ്റമറിന് എന്താ വേണ്ടതെന്നുള്ളത്. അല്ലെങ്കിൽ ഒരു ബ്രാൻഡിന്റെ ഒരു പ്രൊഡക്റ്റിന് ഡിഫറെന്റ് ബ്രാൻഡിന്റെ ഇതുണ്ടെന്ന് വെക്കുക. അതായത് 5 ബ്രാൻഡിന്റെ പ്രൊഡക്റ്റ് വെച്ചിട്ടുണ്ട്, സെയിം പ്രൊഡക്റ്റ് തന്നെയാണ്, പക്ഷെ 5 തരം ബ്രാൻഡുകളുടെ ആണെന്ന് വെക്കുക. സോ ഒരു ബ്രാൻഡ് റിപ്പീറ്റഡ് ആയിട്ട് പർച്ചേസ് ചെയ്യുന്നുണ്ട് യൂസേഴ്സ്. അതായത് ഒരു ബ്രാൻഡിന് റിപ്പീറ്റഡ് ആയിട്ട് 5 പ്രൊഡക്റ്റ് ഉണ്ട്, സെയിം ബ്രാൻഡിന്റെ തന്നെ, 5 ബ്രാൻഡിന്റെ തന്നെയാണ്, ഒരു സെയിം പ്രൊഡക്റ്റ് തന്നെയാണ് വരുന്നത്, പക്ഷെ എന്ത് ചെയ്യുന്നുണ്ട്, റിപ്പീറ്റഡ് ആയിട്ട് ഒരു ബ്രാൻഡിന്റെ മാത്രം ചിലർ പർച്ചേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓൺലൈൻ മെർച്ചൻസിന് മനസ്സിലാവും എന്താണ് കസ്റ്റമർക്ക് വേണ്ടത്. അതായത് ചിലർ റിവ്യൂ ഇട്ടിട്ടുണ്ടായിരിക്കും, ഞങ്ങൾ ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ആണ് സെർച്ച് ചെയ്തുകൊണ്ടിരുന്നത്, അതിൽ ഇത്തരത്തിലുള്ള ഒരു ഫീച്ചറും കൂടി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നേനെ. അതായത് അവരുടെ സജഷൻസ് ചിലപ്പോൾ അവരുടെ റിവ്യൂ ബോക്സിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പൊ ഇതൊക്കെ അനുസരിച്ച് അപ്പൊ ഇവർക്ക് എന്ത് ചെയ്യും, ഈ ഓൺലൈൻ മെർച്ചൻസിന് ചില ഐഡിയ കിട്ടും. അതായത് ഈ ഒരു രീതിയിലാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്, ഇതാണ് കസ്റ്റമർക്ക് വേണ്ടതെന്നുള്ളൊരു ഐഡിയ അവർക്ക് ക്ലിക്ക് ആവും. അപ്പൊ അവരെന്ത് ചെയ്യും, അതിൽ ഇംപ്രൂവൈസേഷനും കാര്യങ്ങളും മോഡിഫിക്കേഷനും ഒക്കെ കൊണ്ടുവന്നിട്ട് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള രീതിയിൽ, കസ്റ്റമൈസ്ഡ് എന്ന് പറയുന്ന മീനിങ് നമുക്ക് വേണ്ട രീതിയിൽ നമ്മുടെ ഇഷ്ടാനുസരണം ഇവരെന്ത് ചെയ്യും, പ്രിപ്പയർ ചെയ്ത് വെക്കും. പേഴ്സണലൈസേഷൻ എന്ന് പറയുന്നത് നമുക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള രീതിയിൽ, പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള രീതിയിൽ അവർ എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, പ്രിപ്പയർ ചെയ്ത് വെക്കുന്നുണ്ട്. നമുക്ക് ഇഷ്ടത്തിന്, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് അവിടുന്ന് പർച്ചേസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പൊ ഇത്രയാണ് എസെൻഷ്യൽ ടെക്നോളജി ഫീച്ചേഴ്സ് റിക്വയർഡ് ഇൻ ഇ-കൊമേഴ്സ് ഡിസൈനിങ് എന്ന് പറയുന്നത്. ഒരു ഇ-കൊമേഴ്സ് പോർട്ടൽ നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ അതിൽ വേണ്ട അല്ലെങ്കിൽ നമ്മൾ കരുതേണ്ടതായിട്ടുള്ള ടെക്നോളജീസ് ഏതൊക്കെയാന്നുള്ളതാണ്
അല്ലെങ്കിൽ ഫീച്ചേഴ്സ് ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കിയത്. നമ്മുടെ ഇ-കൊമേഴ്സ് പോർട്ടൽസ് എപ്പോഴും യുബിക്വസ് ആയിരിക്കണം. അതായത് നമുക്ക് ഏത് സ്ഥലത്ത് നിന്നും എപ്പോഴും ആക്സസ് ഏത് ടൈമിലും ഒരു ടൈമിന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ഫിസിക്കൽ സ്പേസിന്റെ കാര്യത്തിൽ ഒന്നും റെസ്ട്രിക്ഷൻ ഇല്ലാണ്ട് നമുക്ക് എവിടെ നിന്നും ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള തരത്തിലായിരിക്കണം അത് പ്രിപ്പയർ ചെയ്യേണ്ടത്. അതുപോലെ ഒരു ഗ്ലോബൽ റീച്ച് ഉണ്ടായിരിക്കണം. ബൗണ്ടറി റെസ്ട്രിക്ഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവാൻ പാടില്ല. യൂണിവേഴ്സൽ സ്റ്റാൻഡേർഡ് ഉണ്ടായിരിക്കണം. റിച്ച്നെസ് ഉണ്ടായിരിക്കണം. ഇന്ററാക്ടിവിറ്റി ഉണ്ടായിരിക്കണം. ഇൻഫർമേഷൻ ഡെൻസിറ്റി ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഓപ്ഷനും നമ്മളവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. സോ ഇത്രയാണ് മെയിൻ ആയിട്ടും ഈ ഒരു ടോപ്പിക്കിൽ വരുന്നത്. ദ നെക്സ്റ്റ് വൺ, ഡിഫറൻസ് ബിറ്റ്വീൻ ആപ്പ് ബേസ്ഡ് ആൻഡ് വെബ് ബേസ്ഡ് ബിസിനസ്. ആപ്പ് ബേസ്ഡും അതുപോലെ തന്നെ വെബ് ബേസ്ഡ് ബിസിനസ്സും തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ് നെക്സ്റ്റ് വരുന്ന ടോപ്പിക്. അത് ജസ്റ്റ് നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്തിടാം. അതായത് ആപ്പ് ബേസ്ഡ് ഓൺലൈൻ ബിസിനസ്സും വെബ് ബേസ്ഡ് ഓൺലൈൻ ബിസിനസ്സും തമ്മിലുള്ള ഡിഫറൻസസ് എന്തൊക്കെയാന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് കോളത്തിൽ നമ്മൾ പാരാമീറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ബേസിസ്, എന്തിന്റെ ബേസിലാണ് നമ്മൾ ഡിഫറൻസ് കാണിക്കുന്നതെന്നുള്ളതാണ് ഫസ്റ്റ് കോളത്തിൽ നമ്മൾ പാരാമീറ്റർ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പാരാമീറ്റർ എന്ന് പറയുമ്പോൾ ബേസിസ്. ദെൻ ആപ്പ് ബേസ്ഡ് ബിസിനസ് എന്ന് പറയുന്ന ഇതിന് ഫസ്റ്റ് കോളം പ്രൊവൈഡ് ചെയ്യുക. രണ്ടാമത്തെ കോളത്തിൽ വെബ് ബേസ്ഡ് ബിസിനസ് എന്നുള്ള ഹെഡിങ് പ്രൊവൈഡ് ചെയ്യാം. നമുക്ക് രണ്ട് പാരാമീറ്റേഴ്സ് നമുക്ക് ഇപ്പോൾ ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ ആണ് ഡിവൈസസ് യൂസ്ഡ്. ഫസ്റ്റ് ബേസ്, അതായത് ഡിഫറൻസ് നമ്മൾ നോക്കാൻ പോകുന്നതിന്റെ ബേസ് എന്ന് പറയുന്നത് ഫസ്റ്റ് ബേസ് ഡിവൈസ് യൂസ്ഡ്. അതായത് ആപ്പ് ബേസ്ഡ് ബിസിനസ്സിലും വെബ് ബേസ്ഡ് ബിസിനസ്സും ഡിവൈസ് യൂസ് ചെയ്യുന്നതിന്റെ രീതിയിൽ നമ്മൾ എങ്ങനെയാണ് ഡിഫറൻസ് കൊടുക്കുന്നത് എന്നുള്ളത്. ഡിവൈസ് യൂസ്ഡ് എന്ന് പറയുമ്പോൾ ആപ്പ് ബേസ്ഡ് ബിസിനസ്സിൽ മെയിൻ ആയിട്ടും നമ്മുടെ സ്മാർട്ട് ഫോണും ടാബ്ലറ്റ്സും യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ ആക്ടിവിറ്റീസ് ഒക്കെ നമ്മൾ ചെയ്യുന്നത്. അതായത് ഈ ഒരു സ്മാർട്ട് ഫോൺ അതുപോലെ തന്നെ ടാബ്ലറ്റ് എന്ന് പറയുന്ന ഈ രണ്ട് സാധനങ്ങൾ യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ആപ്പ് ബേസ്ഡ് ബിസിനസ്സിൽ നമ്മുടെ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്നത്. അതായത് ആപ്പ് ബേസ്ഡ് ബിസിനസ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ മീഷോയിൽ ചെയ്യില്ലേ, ഫ്ലിപ്കാർട്ടിൽ ചെയ്യില്ലേ, അതുപോലെ തന്നെ ആമസോണിൽ ചെയ്യില്ലേ, ഫസ്റ്റ് ക്രൈയിൽ ചെയ്യില്ലേ, അങ്ങനെ ഇത്തരം ആപ്പുകളൊക്കെ നമുക്ക് ഫെമിലിയർ ആണ്. മീഷോ, ഫ്ലിപ്കാർട്ട്, അതുപോലെ തന്നെ ആമസോൺ, ഇത് ഫെമിലിയർ അല്ലാത്തവര് അധികം ഉണ്ടാവില്ല. ഇതാണ് ആപ്പ് ബേസ്ഡ് എന്ന് പറയുന്നത്. അതായത് ഇത്തരം ആപ്പുകൾ നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്താൽ അല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ ടാബ്ലറ്റ്സിൽ ഇൻസ്റ്റാൾ ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് വേണ്ട സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനും അതുപോലെ നമ്മുടെ ട്രാൻസാക്ഷൻസ് നടത്താനും പറ്റും. അതാണ് ആപ്പ് ബേസ്ഡ് ബിസിനസ്സിൽ ഫസ്റ്റ് വൺ വരുന്ന ഡിവൈസ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് മെയിൻ ആയിട്ടും സ്മാർട്ട് ഫോണുകളായിരിക്കും. വെബ് ബേസ്ഡ് ബിസിനസ് എന്ന് പറയുമ്പോൾ കമ്പ്യൂട്ടേഴ്സും ലാപ്ടോപ്സും ഇല്ലാണ്ട് ഒരിക്കലും വെബ് ബേസ്ഡ് ബിസിനസ് നമുക്ക് ചെയ്യാൻ പറ്റില്ല. വെബ് ബേസ്ഡ് ബിസിനസ് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് കമ്പ്യൂട്ടേഴ്സും ലാപ്ടോപ്സും ഇല്ലാണ്ട് ചെയ്യാൻ പറ്റില്ല. മെയിൻ ആയിട്ടും വെബ് ബേസ്ഡ് ബിസിനസ് എന്ന് പറയുമ്പോൾ നമ്മൾ ലാപ്ടോപ്പിലും കമ്പ്യൂട്ടേഴ്സിലുമാണ് ചെയ്യുന്നത്. ഈ രണ്ട് വസ്തുക്കളും ഇല്ലാണ്ട് വെബ് ബേസ്ഡ് ബിസിനസ് നമുക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ആപ്പ് ബേസ്ഡ് ബിസിനസ് ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ കയ്യിൽ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സ്മാർട്ട് ഫോണിൽ ഇത്തരം അപ്ലിക്കേഷൻസ് കയറ്റിയാൽ ഇത്തരം അപ്ലിക്കേഷൻസ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്താൽ നമ്മുടെ ആക്ടിവിറ്റീസ് ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അതാണ് ഫസ്റ്റ് ഡിഫറൻസ്. രണ്ടാമത്തെ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ ഇന്റർനെറ്റ് കണക്ഷൻ റിക്വയർമെന്റ്. ഇന്റർനെറ്റ് കണക്ഷൻ റിക്വയർമെന്റിന്റെ ബേസിൽ നമുക്ക് ഇങ്ങനെയാണ് രണ്ടിനെയും ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. ഇവിടെ ഇന്റർനെറ്റ് കണക്ഷന്റെ ബേസിൽ നമുക്ക് ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ആപ്പ് ബേസ്ഡ് ബിസിനസ് ചെയ്യണമെന്നുണ്ടെങ്കിലും വെബ് ബേസ്ഡ് ബിസിനസ് ചെയ്യണമെന്നുണ്ടെങ്കിലും നമുക്ക് എന്ത് വേണം, ഇന്റർനെറ്റ് വേണം. മാൻഡാറ്ററി എന്ന് പറയുമ്പോൾ നിർബന്ധമാണ് എന്നുള്ളതാണ് ആ വേർഡിന്റെ മീനിങ്. അതായത് ഇന്റർനെറ്റ് കണക്ഷൻ ഇല്ലാണ്ട് ഒരിക്കലും ആപ്പ് ബേസ്ഡ് ബിസിനസ് ആണെങ്കിലും വെബ് ബേസ്ഡ് ബിസിനസ് ആണെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം ഇ-കൊമേഴ്സ് എന്നുള്ള ടോപ്പിക് നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ഒരു ഇന്റർനെറ്റ് കണക്ഷന്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ് നമ്മൾ ഇതിൽ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്നത്. ഇന്റർനെറ്റ് കണക്ഷൻ ഇല്ലാണ്ട് ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇന്റർനെറ്റ് കണക്ഷൻ ഇല്ലാണ്ട് ഒരിക്കലും നമുക്ക് ആപ്പ് ബേസ്ഡ് ബിസിനസ് ആണെങ്കിലും വെബ് ബേസ്ഡ് ബിസിനസ് ആണെങ്കിലും ചെയ്യാൻ പറ്റില്ല. അതാണ് രണ്ടാമത്തെ കാര്യം.
ദെൻ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. 6:45 ആയില്ല, ക്ലാസ്സിന്റെ ടൈം കഴിഞ്ഞു. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇന്നടുത്ത ടോപ്പിക്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാം.